അപ്പോളോ ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിലുള്ള തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത മരിച്ചതായി അഭ്യൂഹങ്ങളുണ്ടായി. തമിഴ് ചാനലുകളാണ് ജയലളിത മരിച്ചുവെന്ന വാർത്ത നൽകിയത്. വാർത്ത വന്നതിന് ശേഷം അപ്പോളോ ആശുപത്രിക്ക് മുന്നിലും ചെന്നൈയിലും ശക്തമായ പ്രതിഷേധവും ഉണ്ടായി. ആശുപത്രിക്ക് നേരെ കല്ലേറുണ്ടായി. എന്നാൽ അപ്പോളോ ആശുപത്രി അധികൃതർ വാർത്ത നിഷേധിച്ചു. ജയലളിതയുടെ ജീവൻ നിലനിർത്താനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്നും ചാനലുകൾ അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും ആശുപത്രി അധികൃതർ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. തുടർന്ന് തമിഴ് ചാനലുകൾ വാർത്ത പിൻവലിച്ചു. അതേസമയം AIADMK ആസ്ഥാനത്ത് താഴ്ത്തിക്കെട്ടിയ പാർട്ടി പതാക വീണ്ടും ഉയർത്തി. എന്താണ് അപ്പോളോ ആശുപത്രിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? അത് നൽകാൻ വേണ്ടി ഞങ്ങളുടെ പ്രതിനിധി റഹീസ് റഷീദ് ഉണ്ട്. ഒപ്പം തന്നെ തമിഴ്നാട് കേരള അതിർത്തി ജില്ലകളിൽ ഏത് തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്? ജയലളിത മരിച്ചു എന്ന അഭ്യൂഹങ്ങൾക്കിടയിൽ ഏത് തരത്തിലുള്ള വൈകാരിക പ്രകടനങ്ങൾക്കും പ്രതികരണങ്ങൾക്കുമാണ് നാഗർകോവിലുള്ള ജനങ്ങൾ മുതിർന്നത്? ഞങ്ങളുടെ പ്രതിനിധികൾ തയ്യാറാണ് തത്സമയ വിവരങ്ങളുമായി. ഇന്ന് സ്പെഷ്യൽ എഡിഷൻ പ്രത്യേകം പരിശോധിക്കുന്നത് ജയലളിതയുടെ ആരോഗ്യനില സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ നിങ്ങൾക്ക് നൽകുക എന്ന കാര്യത്തിൽ ആദ്യം ഏറ്റവും കൂടുതൽ ശ്രദ്ധയൂന്നുക അതിനായിരിക്കും. ഒപ്പം തന്നെ ഏത് തരത്തിലുള്ള സുരക്ഷാ മുൻകരുതലുകളാണ് ജയലളിത അത്യാസന്ന നിലയിൽ തുടരുമ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിച്ചിട്ടുള്ളത് എന്നത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. അതിഥികളുണ്ട് എന്നോടൊപ്പം. രാഷ്ട്രീയ നിരീക്ഷകനും മാധ്യമ നിരീക്ഷകനുമായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ കൊച്ചിയിൽ തത്സമയം ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എന്നോടൊപ്പമുണ്ട്. AIADMKയുടെ അഖിലേന്ത്യാ ജനറൽ കൗൺസിൽ അംഗവും അഭിനേത്രി കൂടിയായ TT ഉഷ, ശ്രീമതി ഉഷ തിരുവനന്തപുരത്ത് നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കും. ജയലളിതയുടെ ആരോഗ്യനില ഏത് നിലയിലാണ് ഇനി മെച്ചപ്പെടാൻ സാധ്യത? ഏത് തരം അപകടാവസ്ഥയിലാണ് ഇപ്പോൾ ജയലളിതയുള്ളത്? എന്തൊക്കെയാണ് അതിൻ്റെ മെഡിക്കൽ പോസിബിലിറ്റീസ്? ഇക്കാര്യം പറയാൻ ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ്, മെഡിട്രീന ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ പ്രദീപ് കുമാർ, അദ്ദേഹം ഇനി പ്രത്യേക ദിവസം അദ്ദേഹം ഈ സവിശേഷമായ സാഹചര്യത്തിൽ ഇതു സംബന്ധിച്ച വിവരങ്ങൾ നൽകാൻ നമ്മളോടൊപ്പം ഈ ചർച്ചയിലുണ്ടാകും. ഞാൻ ഈ ചർച്ചയിലേക്ക് പോകുന്നതിന് മുൻപ് റഹീസ് എന്താണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ? പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ വൈകാതെ ഉണ്ടാകും എന്ന ഒരു സൂചന നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോളോ ആശുപത്രിയിൽ നിന്ന് അടുത്ത മെഡിക്കൽ ബുള്ളറ്റിൻ എപ്പോഴാണ് ഉണ്ടാവുക? എന്താണ് ജയലളിതയുടെ ആരോഗ്യനില സംബന്ധിച്ച് ഇപ്പോൾ റഹീസ് അപ്പോളോ ആശുപത്രിക്ക് മുന്നിൽ നിന്ന് നൽകാവുന്ന വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, അപ്പോളോ ആശുപത്രി ഇന്നലെ രാത്രി ജയലളിതയുടെ ആരോഗ്യം സംബന്ധിച്ച് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ തന്നെ നിലനിൽക്കുന്ന ആ ഒരു സ്റ്റേണിൽ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത്. ഇന്നലെ രാത്രി ഇറക്കിയ സമാനമായ വാർത്താക്കുറിപ്പാണ് ഇന്ന് രാവിലെയും ഇന്ന് വൈകുന്നേരവും അപ്പോളോ ആശുപത്രി അധികൃതർ പുറത്തിറക്കിയത്. അതുകൊണ്ട് തന്നെ അതീവ ഗുരുതരാവസ്ഥയിലാണ് തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത എന്ന കാര്യത്തിൽ നമുക്ക് കൃത്യമായി തന്നെ പറയാൻ സാധിക്കും. ഇന്ന് ഇത് സംബന്ധിച്ച വലിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായ ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് തമിഴിലെ ദൃശ്യ മാധ്യമങ്ങൾ ജയലളിതയ്ക്ക് അപകടം സംഭവിച്ചതായി വാർത്ത റിപ്പോർട്ട് ചെയ്തു. ഇതിനെ തുടർന്ന് ജയലളിതയുടെ ആരാധകർ, AIADMK പ്രവർത്തകർ വളരെ രൂക്ഷമായി ഇതിനോട് പ്രതികരിച്ചു. ആശുപത്രി പരിസരത്തുണ്ടായിരുന്ന AIADMK പ്രവർത്തകർ ആശുപത്രിക്ക് ഉള്ളിലേക്ക് കയറാൻ ശ്രമിച്ചു. പോലീസ് അവരെ തടഞ്ഞു. ചെറിയ തോതിലുള്ള ലാത്തിചാർജ് വരെ ഉണ്ടാകുന്ന തരത്തിൽ തെറ്റായ വാർത്ത ദൃശ്യമാധ്യമങ്ങൾ കൊടുത്തത് കാരണം അത്തരത്തിലുള്ള വലിയൊരു പ്രശ്നമാണ് ഉണ്ടായത്. പക്ഷെ കൃത്യമായ ഒരു ഇടപെടൽ അപ്പോളോ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അവർ ദൃശ്യമാധ്യമങ്ങൾ നൽകുന്നത് തെറ്റായ വാർത്തയാണ്, ജയലളിതയ്ക്ക് ഒരു അപായവും സംഭവിച്ചിട്ടില്ല എന്ന് കൃത്യസമയത്ത് തന്നെ അപ്പോളോ ആശുപത്രി അധികൃതർ വാർത്താക്കുറിപ്പിറക്കുകയും ഒപ്പം തെറ്റായ വാർത്ത നൽകുന്നത് പിൻവലിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഈ അഭ്യർത്ഥന മാനിച്ച് വാർത്ത പിൻവലിക്കുകയാണ് ചെയ്തത്. അതോടുകൂടി ജയലളിതയ്ക്ക് അപകടം സംഭവിച്ചു എന്ന പാർട്ടി പ്രവർത്തകരുടെ ആശങ്കയ്ക്കും വിരാമമാവുകയാണ് ചെയ്തത്. ആ സമയത്ത് വലിയ പ്രശ്നങ്ങളായിരുന്നു ആശുപത്രി പരിസരത്ത് നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. അതിനുശേഷം പ്രവർത്തകർ വീണ്ടും ആശുപത്രി പരിസരത്ത് എത്തുന്ന ഒരു കാഴ്ചയാണ്. ആദ്യം ഉണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടി മടങ്ങ് ആളുകളാണ്, പാർട്ടി പ്രവർത്തകരാണ് ജയലളിതയുടെ ആരോഗ്യസ്ഥിതി അറിയാൻ വേണ്ടി ഈ രാത്രി വൈകിയും അപ്പോളോ ആശുപത്രി പരിസരത്ത് തുടരുന്നത്. 8 മണിക്ക് ശേഷം
എയിംസിലെ ഡോക്ടർമാർ കൂടിയിരിക്കുന്ന ഒരു മെഡിക്കൽ ബോർഡ് ഉണ്ടാകും എന്നാണ് അപ്പോളോ ആശുപത്രിയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതിനുശേഷം സാമാന്യ ഗതിയിൽ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കുകയാണ് പതിവ്. ഇന്നലെ 10 മണിക്കായിരുന്നു മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കിയത്. ഇന്ന് അത് ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ എല്ലാവർക്കുമുണ്ട്. പക്ഷെ അക്കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. സംസ്ഥാനത്ത് വളരെ വലിയൊരു സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ച് ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടുകൂടി ഇപ്പോഴും ജയലളിതയുടെ ഹൃദയമിടിപ്പ് കാത്തുസൂക്ഷിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന വിവരമായിരുന്നു ഏറ്റവും ഒടുവിൽ അപ്പോളോ ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങിയ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരുന്നത്. വിദഗ്ധരടങ്ങുന്ന ഡോക്ടർമാരുടെ സംഘം അതീവ സൂക്ഷ്മതയോടുകൂടി ജയലളിതയുടെ ആരോഗ്യനില നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നതായിരുന്നു ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. അതേ നില തന്നെയാണോ ഇപ്പോഴും? അതേ നില തന്നെ. കൃത്യമായി പറഞ്ഞാൽ ഗോപികൃഷ്ണൻ, ഇന്നലെ വൈകുന്നേരം എന്തായിരുന്നു ജയലളിതയുടെ അവസ്ഥ, അത് തന്നെയാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്തും ഉള്ളത് എന്ന് ഔദ്യോഗികമായി തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം അപ്പോളോ ആശുപത്രി അധികൃതർ പുറത്തിറക്കുന്ന മെഡിക്കൽ ബുള്ളറ്റിനുകളിൽ അതീവ ഗുരുതരാവസ്ഥ എന്ന് തന്നെ കൃത്യമായി പറയുന്നുണ്ട്. അതിലേതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം സംഭവിച്ചാൽ ഏറ്റവും പെട്ടെന്ന് അത് മെഡിക്കൽ ബുള്ളറ്റിനായി പുറത്തിറക്കാനുള്ള ശ്രദ്ധ അപ്പോളോ ആശുപത്രി അധികൃതർക്കുണ്ടാകും. അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ വളരെ വലുതാണ്. വളരെ ആശങ്കയിൽ കഴിയുന്ന പാർട്ടി പ്രവർത്തകർക്ക് അത് വളരെ അധികം ആശ്വാസമുണ്ടാകും. പക്ഷെ അത്തരത്തിലുള്ള ഒരു ഇടപെടലുകളും അപ്പോളോ ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാത്ത സ്ഥിതിക്ക് അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് ജയലളിത എന്ന് നമ്മൾ അനുമാനിക്കേണ്ടി വരും. ഗോപികൃഷ്ണൻ, റൈറ്റ്. നമ്മുടെ അതിർത്തി ജില്ലകളുടെ അവസ്ഥ എന്താണെന്ന് പറയാൻ അൽ അമീൻ നാഗർകോവിൽ നിന്നുണ്ട്. അമീൻ, നേരത്തെ തെറ്റായ വാർത്ത വന്നിരുന്നു, ജയലളിത മരിച്ചുവെന്ന് തമിഴ് ചാനലുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യം ഉണ്ടായി. എങ്ങനെയാണ് നാഗർകോവിലെ അതിർത്തി ജില്ലകളിലെ ജനങ്ങൾ ഇതിനോട് വൈകാരികമായി പ്രതികരിച്ചത്? ഏത് നിലയ്ക്കാണ് അവർ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ കാണുന്നത്? ഗോപി, ജയലളിത എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടുകാർക്ക് ഒരു വികാരം തന്നെയാണ്. അതിനെ ആ അർത്ഥത്തിൽ തന്നെയാണ് അവർ നോക്കിക്കാണുന്നതും അതിനോടുള്ള ഓരോ വാർത്തകളും ഓരോ സംഭവങ്ങളെയും ആ നിലയിൽ തന്നെയാണ് അവർ വീക്ഷിക്കുന്നതും നിരീക്ഷിക്കുന്നതും. എത്ര വലിയ വാർത്തകൾ വന്നാലും ഏത് രീതിയിലുള്ള അഭ്യൂഹങ്ങൾ വന്നാലും ജയലളിത ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസത്തിലും പ്രതീക്ഷയിലും തന്നെയാണ് തമിഴ്നാട് വാസികൾ എല്ലാം തന്നെ, പ്രത്യേകിച്ച് പാർട്ടി പ്രവർത്തകരടക്കം. കഴിഞ്ഞ സെപ്റ്റംബർ 22-നാണ് ഇത്തരത്തിൽ ജയലളിത ആശുപത്രിയിൽ അഡ്മിറ്റാകുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ പ്രാർത്ഥനാ നിർഭരമായ ഒരു നിമിഷങ്ങളിലൂടെ തന്നെയാണ് തമിഴ് ജനത കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് വിപരീതമായി അവരുടെ പ്രതീക്ഷയ്ക്ക് തിരിച്ചടിയേൽക്കുന്ന വിധത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വാർത്തകളോ അത്തരത്തിൽ അശുഭകരമായിട്ടുള്ള വാർത്തകളോ മറ്റോ തമിഴ്നാട്ടിൽ നിന്ന് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പ്രതികരണം അത് പരിധികൾ ലംഘിച്ചുകൊണ്ടുള്ളതായിരിക്കും. അത് നിയന്ത്രണാതീതം തന്നെയായിരിക്കും. അതിവൈകാരികമായ നിലയിൽ തന്നെയായിരിക്കും അതിനോട് അവർ പ്രതികരിക്കുക. അക്കാര്യത്തിൽ അധികൃതർക്കും വ്യക്തമായ ധാരണയുണ്ട്, വ്യക്തമായ വിലയിരുത്തലുകളുണ്ട്. അത് കണക്കാക്കിക്കൊണ്ട് തന്നെ ആ ഒരു വിലയിരുത്തലിൻ്റെയും ആ ഒരു സംവിധാനങ്ങൾ ഒരുക്കുന്നതിൻ്റെയും ഒക്കെ തന്നെ തിരക്കിൽ തന്നെയാണ് അധികൃതർ. പക്ഷേ എത്ര കണ്ട് ഈ വികാര പ്രകടനങ്ങളെ, വൈകാരികമായിട്ടുള്ള ഈ പ്രതികരണങ്ങളെ നിയന്ത്രിക്കാനാകും, പിടിച്ചു നിർത്താനാകുമെന്നുള്ള കാര്യത്തിൽ അധികൃതർക്ക് പോലും യാതൊരു വിധത്തിലും ഉറപ്പില്ല. ഇന്നലെ ജയലളിതയുടെ ആരോഗ്യസ്ഥിതി മോശമാണ് എന്ന് സംബന്ധിച്ച വാർത്തകൾ വന്നപ്പോൾ തന്നെ തമിഴ്നാട്ടിൻ്റെ മുക്കുമൂലകളിൽ പോലീസുകാർ അവരുടെ സുരക്ഷാ ചുമതല ഏറ്റെടുക്കുന്നൊരു സാഹചര്യമായിരുന്നു. പെട്രോൾ പമ്പുകൾ പോലീസ് ഇടപെട്ട് അടപ്പിച്ചു, കടകൾ അടപ്പിച്ചു, വിദ്യാലയങ്ങൾക്ക് പല യൂണിവേഴ്സിറ്റി അവധി പ്രഖ്യാപിച്ചു. ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഇന്നലെ തന്നെ കൈക്കൊണ്ടിരുന്നു. എന്നാൽ ഒരു ആശങ്ക സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങളുടെ ഒരു വികാര പ്രകടനങ്ങൾക്ക് വേദി ഒരുക്കണ്ട എന്നൊരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ രാവിലെ ഇന്ന് ഉച്ചയോടുകൂടി ഈ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ തന്നെ പിൻവലിക്കുന്ന ഒരു സാഹചര്യം. പെട്രോൾ പമ്പുകൾ തുറന്ന് പ്രവർത്തിക്കുന്നു, കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നു, KSRTCയും തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും സർവീസ് നടത്തുന്നു. അത്തരത്തിൽ കാര്യങ്ങൾ ഒരു സാധാരണ നിലയിലേക്ക് കൊണ്ടുവരുന്നതിൽ അധികൃതർ വിജയിച്ചു. പക്ഷേ ഇന്ന് വൈകുന്നേരം ഈ ഒരു വാർത്ത വന്നതിന് പിന്നാലെ എല്ലാവരും കടകൾ അടച്ചുകൊണ്ടും മറ്റും അതിനോട് ആ ഒരു വാർത്തയെ ഉൾക്കൊള്ളുന്നതിനോ അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു പ്രതികരണങ്ങൾ ഉണ്ടായിരിക്കുന്നു. പക്ഷേ ആ വാർത്ത ആശുപത്രി അധികൃതർ തള്ളിയതോടുകൂടി വീണ്ടും തികഞ്ഞ പ്രതീക്ഷയിൽ തന്നെയാണ് ഓരോരുത്തരുമുള്ളത്. ഇവരോടൊക്കെ തന്നെ പ്രതികരണങ്ങൾ ആരായുമ്പോൾ റഷീദ്, അപ്പോളോ ആശുപത്രിക്ക് മുന്നിൽ അൽ അമീൻ നാഗർകോവിലിലുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. റഷീദ്, ഈ ചർച്ചയിലുടനീളം അപ്പോളോ ആശുപത്രിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാൻ അപ്പോളോ ആശുപത്രിക്ക് മുന്നിൽ നിന്നും ഉണ്ടാകണം. അടുത്ത അപ്പോളോ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുന്ന അടുത്ത മെഡിക്കൽ ബുള്ളറ്റിനിലെ വിവരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും. മെഡിക്കൽ ബുള്ളറ്റിൻ ഒരുപക്ഷെ അധികം വൈകാതെ ഉണ്ടാകാൻ ഇടയുണ്ട്. റഹീസിൽ നിന്ന് ആ വിവരങ്ങൾ നമുക്ക് കിട്ടും. ശ്രീമതി TT ഉഷ, AIADMKയുടെ അഖിലേന്ത്യാ ജനറൽ കൗൺസിൽ അംഗം. ശ്രീമതി TT ഉഷ,
വളരെ ഗുരുതരമായ വളരെ ക്രിട്ടിക്കലായ ഒരു അവസ്ഥയിലൂടെയാണ് ജയലളിതയുടെ ആരോഗ്യനില കടന്നു പോകുന്നത്. അതേ ക്രിട്ടിക്കലായ അവസ്ഥ തന്നെയാണ് പാർട്ടിക്ക് ഇപ്പോഴുള്ളത്. എല്ലാ MLA-മാരോടും അപ്പോളോ ആശുപത്രിയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകിക്കഴിഞ്ഞിരുന്നു. അങ്ങനെയാണ് എല്ലാവരും അപ്പോളോ ആശുപത്രിയിലേക്ക് എത്തുന്നത്. എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന വിവരം? ഏത് നിലയ്ക്കാണ് പാർട്ടി ഈ കാര്യങ്ങളെ കാണുന്നത്? ആദ്യം തന്നെ അമ്മയുടെ ദീർഘായുസിന് വേണ്ടി ഞാൻ ഇപ്പോഴും മനമൊരുക്കി പ്രാർത്ഥിക്കുകയാണ്. കാരണം എന്തൊക്കെയോ തരണങ്ങൾ ചെയ്തിട്ട് ഇവിടം വരെ എത്തി അമ്മ. കഴിഞ്ഞ പ്രാവശ്യം എന്നെ ഇവിടെ ഇൻ്റർവ്യൂവിന് വിളിച്ച് ഇതുപോലെ തന്നെ ചർച്ചയ്ക്ക് വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്തിനാണ് ഇപ്പോഴേ അമ്മ തിരിച്ചു വരുമെന്ന്. അതുപോലെ വീണ്ടും ഇത്രയും നാളായി കഴിഞ്ഞു. ഇത്രയും നാളിന് ശേഷം ഇന്നലെയാണ് ഭയങ്കരമായ ഒരു അറ്റാക്ക് വന്ന് അമ്മയെ ഇപ്പം ഹോസ്പിറ്റലിൽ കിടത്തിയിരിക്കുന്നത്. ഞങ്ങൾക്കും പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ടായി. പക്ഷേ അതെല്ലാം തിരുത്തിക്കൊണ്ട് അമ്മ വീണ്ടും പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ടോട് കൂടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എൻ്റെ ഹൃദയത്തിൽ ഫ്രം ദ ഹാർട്ട് ഞാൻ പറയുന്നു, അമ്മ തിരിച്ചു വരണം. വന്നില്ല എങ്കിൽ വലിയൊരു നാശം നമ്മൾ ചെന്നൈയിൽ പ്രതീക്ഷിക്കാം. കാരണം അമ്മയ്ക്ക് പകരം അമ്മ തന്നെ എന്ന് പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യത്തോടുകൂടിയാണ് സ്ത്രീജനങ്ങളും പുരുഷന്മാരും അമ്മയ്ക്ക് വേണ്ടി കാവലിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് അമ്മ ഇല്ല എന്ന് പറയുന്ന ഒരു നിമിഷം അവർക്ക് അവരെ തന്നെ നഷ്ടപ്പെടുന്ന ഒരു നിമിഷമായി മാറുമ്പം ദുരന്തങ്ങൾ ഏറാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ അമ്മ എൻ്റെ ഹൃദയത്തിൽ ജീവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അമ്മ എപ്പോഴും നമ്മുടെ എല്ലാം കൂടെ തന്നെ ഉണ്ടാകണം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഞങ്ങളെല്ലാം ഇരിക്കുന്നത്. ഇപ്പം തന്നെ പാർട്ടി ഓഫീസിൽ നിന്നാണ് ഞാൻ വരുന്നത്. പാർട്ടി മീറ്റിംഗ് നടക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അമ്മയ്ക്ക് വേണ്ടി അമ്മ തിരിച്ചു വരണം, അമ്മ ഞങ്ങളോടുകൂടെ തന്നെ കുറേ കാലം ഇനിയും നമ്മുടെ ദേശം ഭരിക്കണം, എല്ലാ മനുഷ്യരെയും നന്നായി തന്നെ അമ്മ കൈകാര്യം ചെയ്യണമെന്ന് വെച്ചാണ് നമ്മൾ ഇരിക്കുന്നത്. പിന്നെ ഇത് അവർ പല ചാനലുകളും ഡിക്ലെയർ ചെയ്തു അമ്മ ഇങ്ങനെ പോയി എന്നുള്ളത്. ആ ഒരു വാക്ക് പറയാൻ പോലും എനിക്ക് അശക്തിയാണ്. കാരണം ഞാൻ അങ്ങനെ ഒരു വാക്ക് പോലും പറയാൻ എനിക്ക് എൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല. ഒരിക്കലും അമ്മ ഇപ്പോൾ ഇവിടുന്ന് നീങ്ങി പോകാൻ പാടില്ല. കുറേ വർഷങ്ങൾ കൂടെ ഇനിയും ഇരിക്കണം. കാരണം ഒരു അതിസുന്ദരമായ ഒരു ഭരണം തന്നെയാണ് അവർ കാഴ്ചവെച്ചത്. അതിന് യാതൊരുവിധ തർക്കമില്ല. എല്ലാവരും ഒരു സാധാരണ ഒരു ഭരണ നേതൃത്വത്തിൻ്റെ മുന്നിലിരിക്കുന്നേക്കാൾ കൂടുതൽ സ്വന്തം മക്കളെ, അതേപോലെ തന്നെ ഓരോ കുടുംബത്തിലും സ്വന്തം അമ്മയെ എങ്ങനെ കാത്തു പരിപാലിക്കുന്നു, അമ്മ എങ്ങനെ, അതൊരു ആത്മബന്ധമാണ് ഓരോ കുടുംബത്തിലും ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയെ ആ ഒരു വേർപാട് തമിഴ് മക്കൾ ഒരിക്കലും അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല തന്നെ. ഞാൻ വരാം താങ്കളെ. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇവിടെ ശ്രീമതി ഉഷ പറഞ്ഞതുപോലെ ഇതിനു മുൻപ് ഇതേ വിഷയത്തിൽ നമ്മൾ ഇതുപോലെ ഒരു രാത്രി ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ശ്രീമതി ടി ഉഷയ്ക്ക് പറയാനുണ്ടായിരുന്ന കാര്യങ്ങൾ അതേ വൈകാരിക തീവ്രതയോടുകൂടി തന്നെയാണ് അവർ ഇപ്പോഴും അവതരിപ്പിക്കുന്നത്. ഇതൊരു പക്ഷേ തമിഴ്നാട്ടിലെ ജനസാമാന്യത്തിൻ്റെ ഒരു വൈകാരിക തലം കൂടിയാണ്. ജയലളിത ആരോഗ്യം വീണ്ടെടുത്താലും അവരുടെ ജീവൻ്റെ മിടിപ്പിനെ നിലനിർത്തി കൊണ്ടുപോകാൻ കഴിഞ്ഞാലും പരിപൂർണമായി ആരോഗ്യത്തോടെ തിരിച്ചു വന്ന് ഭരണകാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുന്നൊരു സാഹചര്യം സമീപഭാവിയിൽ ഉണ്ടാകാൻ ഇടയില്ല എന്ന സാമാന്യയുക്തി നമ്മുടെ മുന്നിലുണ്ടല്ലോ. എങ്ങനെയാണ് ജയലളിതയുടെ അനാരോഗ്യവും ഇപ്പോഴത്തെ അത്യാസന്ന നിലയും തമിഴ്നാട് രാഷ്ട്രീയത്തെ ബാധിക്കാൻ പോകുന്നത്? എങ്ങനെയായിരിക്കും അത് AIDMK എന്ന ജയലളിതയുടെ ആത്മാവിൽ പടുത്തുയർത്തിയ ഈ പാർട്ടിയെ ബാധിക്കാൻ പോകുന്നത്? ശ്രീമതി ഉഷയുടെ വികാരങ്ങളോട് ഞാൻ പൂർണ്ണമായും ആദരവ് പ്രകടിപ്പിക്കുകയാണ്. അത് തമിഴ്നാടിൻ്റെ കൂടി വികാരമാണ്. പക്ഷേ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ജയലളിത ആശുപത്രിയിലായിട്ട് 76 ദിവസമായിരിക്കുന്നു. ഇന്ന് 76ാമത്തെ ദിവസമാണ്. ഇതിനു മുൻപ് ഈ ചാനലിൽ, മീഡിയ 1 ചാനലിൽ തന്നെ ശ്രീമതി ഉഷ കൂടി പങ്കെടുത്ത ഒരു ചർച്ചയിൽ ഞാൻ പങ്കെടുത്തതാണ്. അന്ന് ഞാൻ ഉന്നയിച്ച ആശങ്കകൾ അതിപ്പോൾ കൂടുതൽ അർത്ഥവത്തായിരിക്കുന്നു. തമിഴ്നാട്ടിൽ എന്ത് സംഭവിക്കുന്നു? തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയാണ് ഒരു ആശുപത്രിയിൽ കിടക്കുന്നത്. ജയലളിത എന്ന നടിയല്ല, ജയലളിത എന്ന മുഖ്യമന്ത്രിയാണ്. അവരുടെ സ്വകാര്യതയുടെ പേരിൽ ചികിത്സാ വിവരങ്ങൾ മറച്ചു വയ്ക്കുക, രഹസ്യമാക്കി വയ്ക്കുക, അതൊന്നും ശരിയല്ല എന്ന് അന്നത്തെ ചർച്ചയിലും പറയേണ്ടി വന്നു. അതിപ്പോഴും ആവർത്തിക്കേണ്ടി വരികയാണ്. ഇവിടെ ഇപ്പോൾ നാളെ എന്ത് സംഭവിക്കും എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥ. ശ്രീമതി ഉഷയും തമിഴ് മക്കളും എത്രമാത്രം പ്രാർത്ഥിച്ചാലും എത്ര ആത്മാർത്ഥത ആഗ്രഹിച്ചാലും ഇനി സംഭവിക്കാനുള്ളതൊക്കെ സംഭവിക്കും. അനിവാര്യമായത് സംഭവിച്ചിട്ടുണ്ടോ എന്ന് പോലും സംശയമുണ്ട്. ഇവിടെയുള്ളൊരു അപകടം, തമിഴ്നാട് എന്നത് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനമാണ്. ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് ഒരു ഭരണ സംവിധാനം അവിടെയുണ്ട്.
ആ ഭരണ സംവിധാനം ഈ 76 ദിവസമായി പ്രവർത്തിക്കുന്നില്ല എന്ന് ഖേദപൂർവ്വം പറയേണ്ടിയിരിക്കുന്നു. ഇനി നാളെ എന്ത് സംഭവിക്കും? 77-ാം ദിവസം എന്ത് സംഭവിക്കും? ആ വാർത്ത നമ്മൾ കുറേ കൂടി നീണ്ടുപോയെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആ വാർത്ത, നമ്മൾ എത്ര ആഗ്രഹിച്ചാലും ഒരുപക്ഷെ അത് മാറിപ്പോവാത്ത ആ വാർത്ത, അത് കേട്ട് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ MLA മാർ അവിടെ പാർട്ടി ആസ്ഥാനത്ത് യോഗം കൂടുന്നു എന്ന് പറയുമ്പോൾ അവർ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ യോഗം കൂടുന്നതല്ല. അവരുടെ മുമ്പിലുള്ള പ്രശ്നം അടുത്ത നേതാവ് ആര് എന്നുള്ളത് തന്നെയാണ്. തമിഴ്നാട് ഗവർണർ, ഇനി ഒരുപക്ഷെ ഗവർണർക്കായിരിക്കാം കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു അവസരം കിട്ടുന്നത്. അതുകൊണ്ടാണ് ഗവർണറോട് അവിടെ തന്നെ നിൽക്കാൻ കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അടുത്ത മുഖ്യമന്ത്രി ആരോ എന്ന് ചോദ്യമുണ്ടാകും. ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ AIADMK എന്ന പാർട്ടിക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഉത്തരം നൽകേണ്ടത് ഗവർണറാണ്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ജയലളിത അവരുടെ പാർട്ടിയുടെ നേതാവല്ല, ജയലളിത തന്നെയാണ് പാർട്ടി. അതാണ് അപകടം. താൻ മാത്രം പാർട്ടിയായിരിക്കുന്ന അവസ്ഥയിൽ ബാക്കി എല്ലാവരും മക്കളായിരിക്കുന്ന അവസ്ഥയിൽ ഇനി ആര് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കുന്നതിനുള്ള പ്രാപ്തി ആ പാർട്ടിക്ക്, ആ പാർട്ടി ഭാരവാഹികൾക്ക്, പാർട്ടി MLA മാർക്ക് നൽകാൻ കഴിയാതെ പോയി എന്നതാണ് ജയലളിതയുടെ ഏറ്റവും വലിയ പരാജയം. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, താങ്കൾ പറഞ്ഞതുപോലെ 136 MLA മാരുടെ യോഗം ചേരുന്നു. അവിടെ നിന്നും ലഭിക്കുന്ന ചില സൂചനകൾ അനുസരിച്ച് O പനീർശെൽവത്തെ ജയലളിതയുടെ പിൻഗാമിയായി തെരഞ്ഞെടുത്തു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതെങ്ങനെയായാലും ജയലളിതയുടെ ആരോഗ്യം ഇനി പഴയപടി തിരിച്ചു വരാൻ സാധ്യതയില്ല എന്ന വാർത്ത വരുമ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ അനിവാര്യമായ ആ വാർത്ത അല്പം വൈകിയാണെങ്കിൽ അത് പുറത്തു വന്നു കഴിഞ്ഞാൽ അത് AIADMK എന്ന പാർട്ടിയിലെ ഒരു പിളർപ്പിലേക്ക് നയിക്കാനുള്ള സാധ്യത താങ്കൾ കാണുന്നില്ലേ? ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഗവർണറെ വിട്ട് സ്ഥിതിഗതികൾ അന്വേഷിക്കാൻ കേന്ദ്രം കാണിക്കുന്ന ഉത്സാഹം അത് ഒരല്പം ദുരുദ്ദേശപരമാണ് എന്ന് വിലയിരുത്തുമോ? അല്ല, തീരുമാനം ഗവർണറിലേക്ക് പോകും എന്ന് ഞാൻ പറഞ്ഞത് ഗോപികൃഷ്ണൻ ഇവിടെ സൂചിപ്പിക്കുന്ന ആ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയായിരുന്നു. തമിഴ്നാട്ടിൽ ഏതായാലും കാര്യങ്ങൾ പൂർണ്ണമായും AIADMK എന്ന പാർട്ടിക്ക്, ജയലളിതയുടെ പാർട്ടിക്ക് നിയന്ത്രിക്കുന്നതിനോ തീരുമാനിക്കുന്നതിനോ കഴിയാത്ത അവസ്ഥയുണ്ട്. അത് ഒരു സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യമാണ്. ആ രാഷ്ട്രീയ സാഹചര്യം പ്രയോജനപ്പെടുത്താൻ കേന്ദ്രം തീർച്ചയായും പരിശ്രമിക്കും. ഇവിടെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി തന്നെ നാളെ വൈകിട്ട് ചെന്നൈയിലെത്തും എന്നൊക്കെ വാർത്ത നേരത്തെ കേൾക്കുകയുണ്ടായി. അപ്പോൾ കേന്ദ്രം വളരെ സവിശേഷമായ താല്പര്യം തമിഴ്നാട്ടിൽ കാണിക്കുന്നത് ജയലളിതയോടുള്ള ആദരവ് കൊണ്ട് മാത്രമല്ല, കാരണം വലിയൊരു രാഷ്ട്രീയ സാധ്യത അവിടെ തുറന്നു കിട്ടുകയാണ്. ആ രാഷ്ട്രീയ സാധ്യത മറ്റുള്ളവർക്ക് വേണ്ടി അടയ്ക്കാൻ ആ പാർട്ടിക്ക് ഇപ്പോൾ കഴിയില്ല. പനീർശെൽവം നേതാവായി വന്നാൽ പോലും അത് സാധ്യമല്ല. അതുകൊണ്ട് രാഷ്ട്രീയ സാധ്യതകൾ വെങ്കയ്യ നായിഡു ഒക്കെ അവിടെ എത്തിയിരിക്കുന്നത് വെറുതെ അല്ലല്ലോ, അവരത് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കും. അതുകൊണ്ട് നാളെ തമിഴ്നാട്ടിൽ എന്ത് സംഭവിക്കും എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥ ഇപ്പോഴുണ്ട്. ശ്രീമതി TT ഉഷ, ഈ പറഞ്ഞതുപോലെ ആ സാഹചര്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ, ആ രാഷ്ട്രീയ സാഹചര്യത്തെ മുതലെടുക്കാൻ കേന്ദ്രം ശ്രമിക്കുമ്പോൾ തന്നെ അതിൽ എളുപ്പത്തിൽ വഴങ്ങാൻ പാകത്തിൽ ദുർബലമായി പോകില്ലേ താങ്കളുടെ പാർട്ടി? അവിടെ O പനീർശെൽവത്തെ ഇപ്പോൾ നിങ്ങൾ 136 പേർ ചേർന്ന് പിൻഗാമിയായി തെരഞ്ഞെടുത്താൽ പോലും ആ പാർട്ടിയിൽ O പനീർശെൽവത്തിൻ്റെ നേതൃത്വത്തെ അംഗീകരിക്കാൻ മടിക്കുന്ന, അതിനെ പിന്തുണയ്ക്കാൻ മടിക്കുന്ന, അതിൽ അസ്വസ്ഥരായി നിൽക്കുന്ന ഒരു വിഭാഗം, അവർ മറ്റു രാഷ്ട്രീയ വഴികൾ തേടില്ല എന്നതിന് എന്താണ് ഉറപ്പ്? കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞ ഇതേ ഉത്തരം തന്നെയാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. അമ്മ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോഴും ഒരു ആശുപത്രിയിൽ കിടക്കുകയാണ്. ആ സമയത്ത് തന്നെ നിങ്ങൾ അടുത്ത ഒരു ഭരണത്തിനെ പറ്റി ചോദ്യം ചെയ്യുന്നതും സംസാരിക്കുന്നതും തന്നെ അരോചകമാണ്. പക്ഷേ മാഡം, ഇത് ആദ്യമായിട്ടാണല്ലോ 136 MLA മാരോട് നമ്മുടെ ഒരു വീട്ടിൽ തന്നെ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ, ഇത് ആദ്യമായിട്ടാണല്ലോ 136 MLA മാരോട് ആശുപത്രിയിൽ വരാൻ പറയുന്നത്. ഒരാഴ്ചയെങ്കിലും നമ്മളൊരു ചടങ്ങ് നടത്താൻ ഒരു സമയം കണ്ടെത്തും. ആ ഒരു സമയം പോലും നിങ്ങൾ ഒരു അമ്മയ്ക്ക് വേണ്ടി കൊടുക്കാതെ അടുത്ത തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറയുന്നത് വളരെ എനിക്ക് തന്നെ നമ്മുടെ MLA-മാരുടെ യോഗം വിളിച്ചത് താങ്കളുടെ പാർട്ടിയാണ്. ശ്രീമതി TT ഉഷ, ആ സാമാന്യ മര്യാദ പാലിക്കേണ്ടത് താങ്കളുടെ പാർട്ടിയാണ്. ആ സാമാന്യ മര്യാദ പാലിക്കേണ്ടത് ആ MLA-മാരുടെ യോഗം വിളിച്ചു കൂട്ടിയിരിക്കുന്നത് അത്രയും വലിയ ഒരു ദേശത്ത് അനാവശ്യ അപകടങ്ങളോ ദുർമരണങ്ങളോ ഇനിയിപ്പം സ്വയം സൂയിസൈഡുകളോ നടക്കാതിരിക്കാൻ മുൻകരുതലുകൾ എടുക്കാനായിരിക്കാം. ജയലളിത 2.5 മാസമായി അടുത്ത സ്ഥലത്തേക്ക് വരുന്നതെന്ന് ശ്രീമതി ജയലളിത തമിഴ്നാട് മുഖ്യമന്ത്രി 2.5 മാസമായി ആശുപത്രിയിൽ കഴിഞ്ഞപ്പോൾ ഇതാദ്യമായിട്ടാണ് MLA-മാർ ആശുപത്രിയിൽ എത്തണം എന്ന് പാർട്ടി ആവശ്യപ്പെടുന്നത്. ശരിയല്ലേ?
136 MLA-മാർ ആശുപത്രിയിൽ എത്തണമെന്ന് ആവശ്യപ്പെടുന്നത് ഈ 2.5 മാസത്തിനിടയിൽ ഇത് ആദ്യമായിട്ടല്ലേ ശ്രീമതി ടി ഉഷ? ആയിക്കോട്ടെ, ഇത് ഡിക്ലെയർ ചെയ്യാനുള്ള ടൈം ഉണ്ടല്ലോ. ഏത് ഡിക്ലെയർ ചെയ്യാൻ? ഏത് ഡിക്ലെയർ ചെയ്യാൻ? എംഎൽഎമാരുടെ യോഗത്തിൽ നേരത്തെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞതുപോലെ എംഎൽഎമാരുടെ യോഗത്തിൽ ജയലളിതയുടെ ആയുരാരോഗ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ആയിരിക്കില്ല, മറിച്ച് അടുത്ത പിൻഗാമി ആരായിരിക്കും എന്ന കൂടിയാലോചനയല്ലേ ആ 136 പേരുടെ എംഎൽഎമാരുടെ യോഗത്തിൽ ഉണ്ടായിരിക്കാൻ സാധ്യത? എങ്കിൽ അത് ഈ ദിവസം തന്നെ വേണമായിരുന്നോ? എത്ര ഈ 70-77 ദിവസമായില്ലേ അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്? ഈ ദിവസങ്ങളിൽ എല്ലാം കൂടായിരുന്നില്ലേ? കൂടാമായിരുന്നു. താങ്കളുടെ പാർട്ടിയാണല്ലോ ഇപ്പോൾ വിളിച്ചത്. റൈറ്റ്, ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. ഡോക്ടർ പ്രതാപ് കുമാർ, ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ്, മെഡിട്രീന ഹോസ്പിറ്റൽ. ഡോക്ടർ പ്രതാപ് കുമാർ, താങ്കൾ പറയേണ്ടത് സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് ജയലളിതയ്ക്ക് കാർഡിയാക് അറസ്റ്റ് ഉണ്ടായി. അവർ ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ പിന്തുണയോടെ അതിൻ്റെ സഹായത്തോടുകൂടി അവരുടെ ജീവൻ നിലനിർത്തിപ്പോരുന്നു. വളരെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സംഘം അവരെ സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ജയലളിത മരിച്ചുപോയി എന്ന ചില അഭ്യൂഹങ്ങൾ ഉണ്ടായി. അപ്പോൾ അപ്പോളോ ആശുപത്രി പറഞ്ഞു ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടെ അവരുടെ ഹൃദയമിടിപ്പ് കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. എന്താണ് ജയലളിതയ്ക്ക് ഇപ്പോഴുണ്ടായിട്ടുള്ള ആരോഗ്യത്തിൻ്റെ അവസ്ഥ, രോഗത്തിൻ്റെ അവസ്ഥ? ഇത് ഏത് നിലയ്ക്കാണ് ഇതിന് പരിഹരിക്കാനുള്ള സാധ്യതകൾ? എത്രമാത്രം ശുഭപ്രതീക്ഷ നമ്മൾ ഇതിൽ വെച്ച് പുലർത്തണം? എത്രത്തോളം റിസ്ക് ഫാക്ടർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്? നമ്മൾ ഇതിനെ കാണേണ്ടത് വേറെ രീതിയിലാണ്. ഇതൊരു താരാരാധനയുടെ ഭാഗമായി ഒരു ലീഡറിന് ഉണ്ടാകാവുന്ന അസുഖത്തിൽ കാണുന്ന വൈകാരികത മാറ്റിവെച്ചാൽ ഒരുപാട് അവയവങ്ങളെ ബാധിച്ചിരിക്കുന്ന ഒരു രോഗി എന്ന നിലയിലെടുത്താൽ ഇതിനെ നമ്മൾ കാണുന്നത് ഒരു വളരെ ക്രിട്ടിക്കലായ അവസ്ഥയായിട്ടാണ്. അവരുടെ മറ്റു അവയവങ്ങൾക്ക് ബാധിച്ച് പ്രമേഹ രോഗം, വൃക്കകളുടെ രോഗം, കരൾ രോഗം, ഇതെല്ലാം ഉള്ള ഒരാളാണ്. അവർക്കൊരു ഹൃദയാഘാതം വന്നാൽ സാധാരണ ഒരാൾക്ക് വരുന്നതിനേക്കാൾ അതീവ ഗുരുതരമായ അല്ലെങ്കിൽ സങ്കീർണ അവസ്ഥയിലേക്ക് പോകുന്ന അവസ്ഥയാണ്. എക്മോ എന്ന എക്സ്ട്രാ കോർപ്പോറിയൽ മെംബ്രെയിനൽ ഓക്സിജനേഷൻ, അതായത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് അല്ലെങ്കിൽ യാന്ത്രികമായിട്ട് ഹൃദയം ചെയ്യേണ്ട പ്രവർത്തനവും ശ്വാസകോശം ചെയ്യേണ്ട പ്രവർത്തനവും ഒരു യന്ത്രം വഴി പ്രവർത്തിപ്പിച്ച് അവരുടെ മറ്റു അവയവങ്ങൾക്ക് സർക്കുലേഷൻ കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഒരു താൽക്കാലികമായ ഒരു ആശ്വാസമല്ലാതെ ഒരു പൂർണ്ണമായ ഒരാശ്വാസം ഒരു രോഗിയിൽ കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. മറ്റ് അവയവങ്ങൾ റിക്കവർ ചെയ്യുന്നെങ്കിൽ മാത്രമാണ് ഇവർക്ക് തിരിച്ചു വരാനുള്ള സാധ്യത വരുന്നത്. ഇതൊരു രോഗി എന്ന നിലയിൽ നമ്മൾ കാണേണ്ട കാര്യമാണ്. അപ്പോൾ രോഗി എന്ന നിലയിൽ എടുക്കുകയാണെങ്കിൽ വളരെ ക്രിട്ടിക്കലായ ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. എനിക്ക് പരിചയമുള്ള തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ അപ്പോളോ ഹോസ്പിറ്റൽ ഡോക്ടർമാരുമായിട്ട് സംസാരിച്ചപ്പോൾ പോലും വളരെ ക്രിട്ടിക്കലാണ്, ഒന്നും പറയാൻ വയ്യാത്ത ഒരവസ്ഥയിൽ എന്ന ഒരു ഉഴപ്പൻ മട്ടിലാണ് അവർ പോലും പറഞ്ഞത്. ബിക്കോസ് അവർക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് പുറത്ത് പറയാൻ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത്, ഇതിനെ നമ്മൾ വൈകാരികമായി കാണാതിരുന്നാൽ ഒരു രോഗി എന്ന നിലയിൽ അവർ തരണം ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ മോശമായൊരവസ്ഥയിലാണ്. കാരണം എല്ലാ അവയവങ്ങളെയും ബാധിച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണ്. അവർക്ക് ബേസ് ലൈൻ തന്നെ വൃക്കകൾക്ക് പ്രമേഹ രോഗം, ലിവർ, കരൾ രോഗം, ഇതെല്ലാം ഉള്ള ഒരാളാണ്. അവർക്ക് ഹൃദയാഘാതം വന്നാൽ ഉണ്ടാകാവുന്നത് മറ്റൊരാൾക്കുണ്ടാവുന്ന കണക്ക് നിസ്സാരമല്ല. എത്ര സപ്പോർട്ട് കൊടുത്താൽ പോലും അവർക്ക് അത് വളരെ ക്രിട്ടിക്കലാണ് അല്ലെങ്കിൽ അതീവ ഗുരുതരമായ അവസ്ഥയാണ് എന്ന് വ്യക്തമായി പറഞ്ഞേ പറ്റൂ. ഡോക്ടർ, താങ്കൾ പറയുന്നതനുസരിച്ച് ഇപ്പോൾ ഉള്ള ഈ ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടിയുള്ള ഈ ജീവൻ പിടിച്ചു നിർത്തൽ, ഇത് പൂർണ്ണ അവസ്ഥയിലേക്ക് വരുന്നതിന് തൊട്ട് മുൻപുള്ള ഒരു അവസ്ഥയെ താങ്കൾ കാണുന്നില്ല. ഇത് തൽക്കാലം ഒരു വലിയ ദുരന്തത്തിലേക്ക് പോകുന്നതിന് മുൻപുള്ള, അതിനെ പിടിച്ചു നിർത്തുന്ന, അല്ലെങ്കിൽ അത് നീട്ടിവെക്കുന്ന ഒരു ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് മാത്രമായാണ് കാണുന്നത്. അങ്ങനെയാണോ ഡോക്ടർ? അങ്ങനെയല്ല. ഇത് നമ്മൾ വളരെ ക്രിട്ടിക്കലായ രോഗികളെ താൽക്കാലികമായി നമ്മൾ ഇതുപോലൊരു ഉപകരണം, എക്മോയുടെ സഹായത്തോടെ നമ്മൾ ചികിത്സിക്കുന്നത് ഹൃദയത്തിന്റെ പ്രവർത്തനം അതീവ ഗുരുതരമാകുന്ന സമയത്ത് മറ്റ് അവയവങ്ങൾക്ക് രക്തം കൊടുക്കുന്നത്, അതായത് തലച്ചോറ്, വൃക്കകൾ എന്ന രണ്ട് പ്രധാനപ്പെട്ട അവയവങ്ങളെ പിടിച്ചു നിർത്തുന്നത് ഹൃദയത്തിന്റെ ചംക്രമണത്തിൽ നിന്നുണ്ടാകാവുന്ന ഓക്സിജനേറ്റഡ് ബ്ലഡാണ്.
അത് കൊടുക്കാനുള്ളൊരു വഴിയായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ വളരെ ഗുരുതരമായ രോഗികൾക്ക് മാത്രമാണ് നമ്മൾ എക്മോയുടെ സഹായം തേടുന്നത്. ഇതിനകത്ത് തന്നെയും നമ്മൾ റിക്കവറി പ്രതീക്ഷിക്കുന്നത് വളരെ കുറഞ്ഞൊരു ശതമാനം രോഗികളിലാണ്, അല്ലാതെ മുഴുവൻ രോഗികളിലല്ല. ഏകദേശം 50% താഴെ രോഗികൾക്ക് മാത്രമാണ് വളരെ റിക്കവറബിൾ രോഗികൾ റിക്കവർ ചെയ്യുന്നത്. ഇവരുടെ കാര്യത്തിനകത്ത് ഇവർക്ക് മറ്റ് അവയവങ്ങൾക്ക് കൂടെ തകരാറുള്ള ഒരാളാണ്. അപ്പോൾ അവർക്കുള്ള സാധ്യത അതിലും ഒരുപാട് താഴെയാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പം ഇതൊരു താൽക്കാലികമായിട്ടാണെങ്കിൽ പോലും എക്മോയുടെ സഹായത്തോടെ രോഗികൾ തിരിച്ചു വരാറുണ്ട്. പക്ഷെ തിരിച്ചു വരുന്ന രോഗികൾക്ക് മറ്റ് അവയവങ്ങൾക്ക് രോഗമില്ലെങ്കിൽ അവർക്ക് തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് മറ്റ് അവയവങ്ങൾക്ക് കൂടെ തകരാറുള്ളത് കൊണ്ട് രോഗം അത് ഗുരുതരമായി മാറുന്നു എന്ന് മാത്രം. പക്ഷെ ഇതുപോലുള്ള ഒരു അവയവത്തിൻ്റെ ഉപകരണത്തിൻ്റെ സഹായത്തോടെ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ഗുരുതരാവസ്ഥ സങ്കീർണം തന്നെയാണ് എന്നതാണ് ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ നിലയിലും പ്രത്യേകിച്ച് കാർഡിയോളജിസ്റ്റ് നിലയിൽ എനിക്ക് പറയാനുള്ളത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ശ്രീമതി ടി ഉഷയെ സംബന്ധിച്ച് അവർ വൈകാരികമായി ഈ ചർച്ചയിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഒരു തരത്തിലും ശ്രീമതി ഉഷയെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. വൈകാരികമായ ഒരു വൈകാരിക സാഹചര്യം ഇവിടെ ഉണ്ട്. തമിഴ് ജനതയ്ക്ക് ഇപ്പോൾ വളരെ ആശങ്കയോടുള്ള നിമിഷങ്ങളിലൂടെ അവർ കടന്നു പോവുകയാണ്. പക്ഷേ അണ്ണാ DMK എന്ന പാർട്ടിയെ സംബന്ധിച്ച് അവർ ഈ വൈകാരിക ചുഴിയിൽ അകപ്പെട്ടു പോകുമെന്ന് കരുതാനാകുമോ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ? അവരെ സംബന്ധിച്ച് ഈ പാർട്ടിയെ ഇനി നിർത്തി നടത്തണമെങ്കിൽ ഉചിതമായ, കൃത്യമായ, ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള തന്ത്രപരമായ ചില തീരുമാനങ്ങളിലേക്ക് ആ പാർട്ടിക്ക് പോകേണ്ടി വരില്ലേ? അവർ നേരിടാൻ പോകുന്ന രാഷ്ട്രീയ വെല്ലുവിളികൾ ഈ പുതിയ സാഹചര്യത്തിൽ നിരവധിയല്ലേ? അത്തരം സാഹചര്യങ്ങൾ അതിജീവിക്കാൻ വേണ്ടുന്ന കരുത്ത് ആ പാർട്ടി ഇക്കാലം കൊണ്ട് ആർജിച്ചെടുത്തിട്ടുണ്ടോ? ഏതുതരം പ്രതിസന്ധികളെയാണ് ഇനി അണ്ണാ DMK ഫേസ് ചെയ്യാൻ പോകുന്നത്? അത് വികാരപരമായ പ്രതികരണം വ്യക്തികൾക്കാകാം, ഞാനതിനെ മാനിക്കുന്നു എന്ന് ആദ്യമേ പറഞ്ഞു. ശ്രീമതി ഉഷ പ്രതികരിക്കുന്നത് വികാരപരമായി തന്നെയാണ്, അത് സ്വാഭാവികവുമാണ്. പക്ഷേ അവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട്. ആ രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അത് ഒരു സാധാരണ നമുക്ക് പരിചയമുള്ള രീതിയിലുള്ള രാഷ്ട്രീയ പാർട്ടി അല്ല. അത് അമ്മ തന്നെയാണ് ആ പാർട്ടി, അമ്മ തന്നെയാണ് ആ പ്രസ്ഥാനം. അതുകൊണ്ട് ആ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്ന പേര് അത് സാങ്കേതികം മാത്രമാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ പാർട്ടിയെ കൊണ്ടു നടക്കുന്നു. തന്നോടൊപ്പമോ തനിക്ക് തുല്യരോ ആയി മറ്റൊരാൾ ഉണ്ടാകാൻ അമ്മ സമ്മതിച്ചിട്ടുമില്ല. അവിടെയാണ് പനീർശെൽവത്തിൻ്റെയൊക്കെ അവസ്ഥ നമ്മൾ നേരത്തെയും കണ്ടു നമുക്ക് പരിചയമുള്ളതാണ്. ഏതൊരവസ്ഥയിലാണ് പനീർശെൽവത്തെയൊക്കെ ജയലളിത കണക്കാക്കിയിരുന്നത് എന്ന്. ആ പാർട്ടിക്ക് ഇനി നേതൃത്വം കൊടുക്കാൻ, ഫലപ്രദമായി മുന്നോട്ട് നയിക്കാൻ യോഗ്യതയുള്ള അല്ലെങ്കിൽ അതിന് അംഗീകാരമുള്ള ഒരു നേതാവ് അവിടെ ഇല്ല എന്നുള്ളതാണ് ശരി. ഇത്രയും വലിയൊരു ജനകീയ അടിത്തറ ജയലളിതയ്ക്ക് തമിഴ്നാട്ടിലുണ്ട്. അത് പാർട്ടിക്കുള്ള അടിത്തറയല്ല. ജയലളിതയുടെ അടിത്തറ അത് ഈ വികാരപ്രകടനം, ദുഃഖപ്രകടനം, കരച്ചിലും വിലാപവും ഒക്കെയായി അതങ്ങ് അവസാനിക്കും. പക്ഷെ അതിനുശേഷം ഈ പാർട്ടി എവിടെ നിൽക്കും? ഈ പാർട്ടിക്ക് തമിഴ്നാട്ടിൽ ഇനിയുണ്ടല്ലോ 4.5 വർഷം കൂടി ഈ സർക്കാർ പാർട്ടി ഭരിക്കേണ്ടതാണ്. ആ 4.5 വർഷക്കാലത്തെ ഭരണം ഏറ്റെടുക്കാൻ പ്രാപ്തിയുള്ള ഒരു നേതാവ് ആ പ്രസ്ഥാനത്തിനില്ല. അത് ഗുരുതരമായ ഒരു അപകടാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. അവിടെയാണ് പല രാഷ്ട്രീയ സാധ്യതകളും തുറന്നു വരുന്നത് പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റു പലരും കാത്തു നിൽക്കുന്നത്. അതുകൊണ്ടാണ് അണ്ണാ DMKക്കുള്ള ആ വമ്പിച്ച പോപ്പുലർ മാൻഡേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അവശേഷിക്കുന്ന 4.5 വർഷക്കാലം ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ ആർക്ക് കഴിയും എന്ന ചോദ്യം നമുക്ക് ആവർത്തിച്ച് ചോദിക്കേണ്ടി വരുന്നത്. ശ്രീമതി ടി ഉഷ, ജയലളിത പൂർണ്ണ ആരോഗ്യവതിയായി തിരിച്ച് ജീവിതത്തിലേക്ക് മടങ്ങി വരണം എന്ന താങ്കൾക്കുള്ളതുപോലെ തന്നെ പ്രതീക്ഷകളാണ് ഞങ്ങൾക്കെല്ലാവർക്കുമുള്ളത്. പക്ഷേ അതിസങ്കീർണമായ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി ഇവിടെ രൂപപ്പെടുന്നുണ്ട്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇക്കഴിഞ്ഞ 76 ദിവസത്തെ ഭരണം അത് പരിപൂർണമായി നടക്കാതെ പോകുന്ന ഒരു സാഹചര്യം. 2, കേന്ദ്രത്തിൻ്റെ ശ്രദ്ധാപൂർവമുള്ള ഇടപെടൽ, പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളെ മുതലെടുക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ. 3ാമതായി അണ്ണാ DMK എന്ന പാർട്ടിക്കുള്ളിൽ അതിൻ്റെ ഉൾക്കരുത്ത് ഇല്ലായ്മ കൊണ്ടുണ്ടാകാൻ പോകുന്ന അപകടങ്ങൾ, അതിൽ നിന്ന് ഒരു വിഭാഗം വേറിട്ട് പുതിയ രാഷ്ട്രീയ വഴികൾ തേടാനുള്ള സാഹചര്യങ്ങൾ. ഇങ്ങനെ കലുഷിതമായ, സങ്കീർണമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ
വികാരത്തിനപ്പുറം നിന്നുള്ള ചില പ്രതികരണങ്ങൾ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ കൗൺസിൽ അംഗം എന്ന നിലയിൽ ശ്രീമതി ഉഷയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ ഈ പ്രശ്നത്തെ മറികടക്കാൻ പോകുന്നത്? ഇവിടെ ഇതിനെ മറികടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ 77 ദിവസം പന്നീർ സാറിൻ്റെ കൈകളിലായിരുന്നു. യാതൊരുവിധ അപകടങ്ങളൊന്നുമില്ലാതെ തന്നെ ഈ 77 ദിവസങ്ങളൊക്കെ കടന്നു പോയിട്ടുണ്ട്. ഇനിയിപ്പം അടുത്ത ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന എല്ലാവരും തന്നെ ഒരു ചർച്ചയിലോട്ട് തീരുമാനമെടുത്ത് 4 വർഷം നമ്മൾ ഭരിച്ചു തീർക്കാനുണ്ട് തമിഴ്നാട്ടിൽ. അപ്പോൾ അവരതിൽ നിന്ന് ഈ MLA-മാരും എല്ലാവരും കൂടെ ചേർന്ന് അതിൽ നിന്നൊരു ഉത്തമരായ ഒരാളെ അവരൊരു തലപ്പത്ത് നിശ്ചയിക്കും. ആ ഒരു നിശ്ചയത്തിൻ്റെ പുറത്ത് ഭരണം മുന്നോട്ട് പോകുമ്പോൾ അതിൽ വല്ല അപകടങ്ങളോ ഇല്ലെങ്കിൽ അതിനൊരു തൃപ്തിയില്ലായ്മയോ ഒക്കെ വരുമ്പം മാത്രമേ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് പ്രസക്തി വരുന്നുള്ളൂ. കാരണം ഏതായാലും നമ്മളെ കയ്യിൽ ഇരിക്കുന്ന 4-4.5 വർഷം അതിൻ്റെ ഇടയിൽ ഒരു ഇലക്ഷനെ ആരും നേരിടേണ്ടി വരും തോന്നില്ല. ഇനിയിപ്പോൾ ഒരാളെ നിർത്തിക്കഴിഞ്ഞാൽ അതൊരു പുതിയ ആളാണെങ്കിൽ തീർച്ചയായും ഇലക്ഷനെ നേരിട്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുവരേക്കെങ്കിലും നമ്മൾ ഈ 4-4.5 വർഷം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾക്കുള്ളിൽ തന്നെ ആ ഒരു തമിഴ്നാട് മിനിസ്ട്രിയിൽ തന്നെ ഇപ്പം പന്നീർ സാർ തന്നെയാണ് ഇതുവരെ ഇപ്പം പോയ 2 പ്രാവശ്യവും അദ്ദേഹം തന്നെയാണ് വന്ന് തമിഴ്നാടിനെ ഭരിച്ചിരുന്നത്. അതുപോലെ മുന്നോട്ട് പോകട്ടെ എന്നാണ് മിക്കവരെയും മനസ്സിലിരിപ്പും മിക്കവരും ആഗ്രഹിക്കുന്നതും. അതിൽ നിന്ന് ഇനി ഒരു ചേരി തിരിഞ്ഞ് കുറച്ച് പേര് പോകുന്നുവെങ്കിൽ ഇല്ലെങ്കിൽ ഇതൊരു സ്പ്ലിറ്റായി അതിനെ ഒരു ഇതായി കൊണ്ടുവരുവാണെങ്കിൽ ആ സമയത്ത് ആ ഒരു വിഭജനം നടക്കുന്ന സമയം വരെ നമുക്ക് കാത്തിരുന്നേ പറ്റൂ. ഇതാരാണ് ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നത്, ആർക്കാണ് ഇദ്ദേഹത്തിനെ മാറ്റി നിർത്തിയിട്ട് വേറൊരാളെ കൊണ്ടുവരേണ്ടത്, ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ അവരാണ് തീരുമാനിക്കേണ്ടത്. ഇതിൻ്റെ ഇടയിൽ നമ്മളെല്ലാവരും നോക്കി കാണുന്നത് അമ്മ ഭരിച്ചതുപോലെ ഇനി ആർക്കും ഭരിക്കാൻ പറ്റില്ല തന്നെ എങ്കിൽ പോലും അമ്മ ഭരിച്ചതുപോലെ എങ്കിലും മറ്റുള്ള ആൾക്കാർ വന്ന് തമിഴ്നാടിനെ ഭരിച്ചാൽ ചിലപ്പോ ഈ ഒരു 4.5 വർഷം കൂടെ നമുക്ക് സ്വസ്ഥമായിരുന്നു ഭരിക്കാൻ പറ്റും. ഇനിയും ഒരു ഇലക്ഷനെ നേരിട്ടാൽ AIADMK തന്നെ തിരിച്ചു വരാൻ സാധ്യതയും ഉണ്ട്. പക്ഷേ കൃത്യമായി നിരീക്ഷിച്ചതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്കുള്ള ജനകീയ അടിത്തറ അത് ജയലളിത എന്ന വ്യക്തിക്കുള്ള ജനകീയ അടിത്തറയാണ്. അത് AIADMK എന്ന പാർട്ടിക്കുള്ള ജനകീയ അടിത്തറയായി തെറ്റിദ്ധരിക്കരുത് എന്ന് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ നേരത്തെ പറഞ്ഞത് താങ്കളുടെ ശ്രദ്ധയിലുണ്ടല്ലോ. ഈ സാഹചര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ എന്തെങ്കിലും ഒരു ദുരന്തം ജയലളിതയ്ക്ക് സംഭവിച്ചാൽ തുടർന്ന് ഈ പാർട്ടി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ നിങ്ങളുടെ ഇടയിൽ പാർട്ടിക്കുള്ളിൽ ഒരു ധാരണയിൽ എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. കാരണം അങ്ങനെ ഒരു ധാരണയിൽ അമ്മ അങ്ങനെ കിടക്കുമ്പോൾ ആർക്കും അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു തീരുമാനം എടുക്കില്ല. അതാണ് അതിൻ്റെ ശരിയായ ഉത്തരം. കാരണം ആരും അങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല. എടുത്ത ഒരേ ഒരു തീരുമാനം അമ്മയുടെ അറിവോടുകൂടി തന്നെയാണ് OP ഇതുവരെ ഭരിച്ചിരുന്നത്. ആ ഒരു തീരുമാനത്തിൽ കുറച്ചു കാലം കൂടെ മുന്നോട്ട് പോകും. എന്നിട്ടും ഇവർ തമ്മിൽ ഉള്ളിൽ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ മാത്രമേ അത് സ്പ്ലിറ്റായി 2 ചേരി തിരിയുമ്പോൾ ഒരു ഭാഗത്ത് കുറച്ചു പേരേ ഉള്ളൂ എങ്കിൽ മറ്റേ ആൾക്കാർ ഈ പറഞ്ഞതുപോലെ തന്നെ പ്രശ്നങ്ങളിലേക്ക് കൈകാര്യം ചെയ്ത് അടുത്ത ഒരു ഇലക്ഷൻ ആകുന്നതിന് മുൻപ് തന്നെ സ്പ്ലിറ്റായി മറ്റുള്ള അതായത് AIADMK എന്ന് പറയുന്ന അമ്മയും അമ്മയുടെ നമ്മുടെ MGR അവരെല്ലാം കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു പ്രസ്ഥാനത്തിന് ഒരു കല്ലിളകത്തുള്ളൂ, അടിത്തറ ഇളകുള്ളൂ. അതുവരെയും അടിത്തറ ഇളകില്ല എന്നതാണ് എൻ്റെ വിശ്വാസം. ഞാനൊരു ചെറിയ ഇടവേളയിലേക്ക് പോകുന്നു. ഇടവേളയ്ക്ക് ശേഷം അപ്പോളോ ആശുപത്രിക്ക് മുന്നിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാൻ ഞങ്ങളുടെ പ്രതിനിധി റഹീസ് റഷീദ് ഉണ്ട്. റഹീസിന്റെ റിപ്പോർട്ടിനായി കാത്തിരിക്കാം. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്ന ജയലളിതയുടെ ആരോഗ്യനില സംബന്ധിച്ച് ഏറ്റവും പുതിയ വിവരങ്ങളുമായി റഹീസ് റഷീദ് അപ്പോളോ ആശുപത്രിക്ക് മുന്നിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായുണ്ട്. റഹീസ്, എന്താണ് പുതിയ വിവരങ്ങൾ? ഏറ്റവും പുതിയ വിവരം ജയലളിതയുടെ അസുഖം അതേപടി തന്നെ നിലനിൽക്കുന്നു എന്നത് തന്നെയാണ്. പുതിയ ഒരു വിവരങ്ങളും ആശുപത്രി അധികൃതർ ഇത് സംബന്ധിച്ച് പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും മെഡിക്കൽ ബോർഡ് ചേർന്നിരുന്നു. ആ മെഡിക്കൽ ബോർഡ് അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. മെഡിക്കൽ ബോർഡ് അവസാനിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കുകയാണ് സാധാരണ ചെയ്യാറ്. ഇന്നലെ അത്തരത്തിൽ രാത്രി 10 മണിക്കായിരുന്നു അവസാനമായി ഇന്നലത്തെ മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കിയത്.
പ്രതീക്ഷിക്കുന്നത്. അതുപോലൊരു മെഡിക്കൽ ബുള്ളറ്റിൻ ഒരുപക്ഷെ ഇന്ന് ഉണ്ടായേക്കാം. എന്തായാലും അപ്പോളോ ആശുപത്രി പരിസരം വളരെ സമാധാനപരമായ രീതിയിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. വലിയ തോതിലുള്ള ഒരു ആൾക്കൂട്ടം തന്നെയാണ് ഇവിടെ ഒപ്പമുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എത്ര എണ്ണം ആളുകളുണ്ടോ അതിന് അനുസരിച്ചുള്ള ഒരു പോലീസ് സന്നാഹം ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു. വലിയ ഈ അപ്പോളോ ആശുപത്രിയുടെ ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. വെങ്കയ്യ നായിഡു അല്പസമയത്തിനകം തിരികെ പോയി. അദ്ദേഹം പ്രത്യേകിച്ച് ഒന്നും മാധ്യമങ്ങളോട് പറഞ്ഞില്ല. ചന്ദ്രബാബു നായിഡു ജയലളിതയെ സന്ദർശിക്കാൻ ജയലളിത കിടക്കുന്ന ആശുപത്രിയിൽ എത്തും എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനും എത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് ഒരു 2 മണിക്കൂർ മുമ്പ് രാവിലെ ചേർന്നതുപോലെ തന്നെ AIADMK MLA-മാരുടെ ഒരു യോഗം ചേർന്നിരുന്നു. പ്രത്യേകിച്ച് തെറ്റായ വാർത്ത പുറത്തു വന്ന സാഹചര്യത്തിൽ അത് AIADMK-യുടെ നിയന്ത്രണത്തിലുള്ള ജയ ടെലിവിഷനിൽ പോലും ജയലളിതയ്ക്ക് അപകടം സംഭവിച്ചതായ ഒരു വാർത്ത പുറത്തു വന്ന സാഹചര്യം കൂടി ചർച്ച ചെയ്യാനുള്ള ഒരു യോഗമായിരുന്നു ചേർന്നത്. ഇപ്പോൾ AIADMK നേരിടുന്ന വലിയൊരു പ്രതിസന്ധി, ജയലളിതയെ പോലെ അണികൾക്ക് സ്റ്റാർ മൂല്യമുള്ള, പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരു നേതാവിന്റെ കുറവ് AIADMK നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അണികളെ സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം അവർക്ക് പാർട്ടി സോഴ്സുകളിൽ നിന്നോ സർക്കാരിൽ നിന്നോ ലഭ്യമാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് എത്ര രാത്രി വൈകിയാണെങ്കിലും എത്ര ദിവസമാണെങ്കിലും ഈ കാണുന്ന ആൾക്കൂട്ടമൊക്കെ ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞ് അവർ ഇരിക്കുകയാണ്. ഇന്നലെ രാത്രി എത്തിയ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾ ഇവിടെ ഇപ്പോഴുമുണ്ട്. മറ്റൊന്ന്, സംസ്ഥാനത്തിൽ പൊതുവെ ക്രമസമാധാന നില, വാർത്തകൾ ദൃശ്യമാധ്യമങ്ങൾ പിൻവലിച്ചതിനെ തുടർന്ന് തിരികെ എത്തിയിരിക്കുന്നു എന്ന് DGPയുടെ ഓഫീസ് ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. ജയലളിതയുടെ ആരോഗ്യ അവസ്ഥ അതേപടി അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ് ഗോപി. ഇപ്പോൾ റഹീസ് റഷീദ് തന്ന ഏറ്റവും പുതിയ വിവരങ്ങളിൽ ജയലളിതയുടെ ആരോഗ്യനില അതേപോലെ തുടരുന്നു. അതീവ ഗുരുതരാവസ്ഥയിൽ, അത്യാസന്ന നിലയിൽ തന്നെ ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടുകൂടി ജീവൻ നിലനിർത്തി മുന്നോട്ട് പോകുന്ന സാഹചര്യം തന്നെയാണ് ഇപ്പോഴുള്ളത്. ജയലളിതയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള കഠിന പ്രയത്നത്തിലാണ് ഡോക്ടർമാരുടെ സംഘം. മെഡിക്കൽ ബോർഡ് ചേർന്നിരുന്നു, എന്നാൽ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങിയിട്ടില്ല. വെങ്കയ്യ നായിഡു കേന്ദ്രമന്ത്രി നേരത്തെ അപ്പോളോ ആശുപത്രിയിലെത്തി ഡോക്ടർമാരുമായി സംസാരിച്ച ശേഷം അദ്ദേഹം അപ്പോളോ ആശുപത്രിയിൽ നിന്ന് മടങ്ങിപ്പോയി എന്ന വിവരമുണ്ട്. പക്ഷേ അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കാൻ ഇത്തവണ തയ്യാറായിട്ടില്ല. AIADMK MLA-മാരുടെ യോഗം 2ാം വട്ടവും ഇന്ന് ചേർന്നു. തെറ്റായ വാർത്ത ടെലിവിഷൻ ചാനലുകളിൽ, തമിഴ് ചാനലുകളിൽ വരാനിടയായ സാഹചര്യം വിലയിരുത്തുകയായിരുന്നു ഇന്നത്തെ ഈ 2ാമത്തെ യോഗത്തിൽ ഉണ്ടായതെന്നാണ് റഹീസ് റഷീദ് നൽകുന്ന വിവരം. ജനങ്ങൾ തടിച്ചുകൂടിയിരിക്കുകയാണ് അപ്പോളോ ആശുപത്രിക്ക് മുന്നിൽ നിന്ന്. വിവരങ്ങൾ അനുനിമിഷം പുറത്തു വരുന്നതിന് വേണ്ടി കാതോർത്തിരിക്കുകയാണവർ. ശുഭകരമായ ഒരു വാർത്തയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ജയലളിതയുടെ ലക്ഷക്കണക്കിന് വരുന്ന ആരാധകർ, ഒപ്പം തന്നെ DMK പ്രവർത്തകരും. റഹീസ് റഷീദ്, മറ്റു വിവരങ്ങളുമായി ഇനിയും ഉണ്ടാകും അപ്പോളോ ആശുപത്രിക്ക് മുന്നിൽ. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇവിടെ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജയലളിതയ്ക്കുള്ള ഒരു ജനകീയ അടിത്തറയാണ് DMK എന്ന പാർട്ടിയെ അധികാരത്തിലെത്തിച്ചത്. ഇവിടെ ജയലളിത അത്യാസന്ന നിലയിൽ ഗുരുതരമായി അവരുടെ ആരോഗ്യനില തുടരുമ്പോൾ പുറത്ത് പുതിയ നേതൃത്വത്തെ കണ്ടെത്താൻ വേണ്ടിയുള്ള ആലോചനകൾ ആ പാർട്ടിക്കകത്ത് നടത്തുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. താരമൂല്യമുള്ള തമിഴ് സിനിമയിലെ നായകരിൽ പലരുടെയും പേരുകൾ ആ അഭ്യൂഹങ്ങളുടെ ഭാഗമായി പറഞ്ഞു കേട്ടു. അങ്ങനെ അതിൽ അജിത്തിനെ പോലെയുള്ള നടന്മാരുടെ പേരുകൾ കേട്ടു. ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള, ജനങ്ങൾ ആരാധനയോടെ നോക്കിക്കാണുന്ന ഒരു നേതൃത്വം DMK-യുടെ തലപ്പത്തേക്ക് വരാതിരുന്നാൽ, പനീർശെൽവത്തെ പോലെ ഒരാളെ കൊണ്ട് ഈ പാർട്ടിയെ ഇതേ ഐക്യത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ? അങ്ങനെയല്ലെങ്കിൽ അതിൻ്റെ ഗുണഭോക്താക്കളാകാൻ പോകുന്നത് ആരൊക്കെയായിരിക്കും? ഏത് തരത്തിലുള്ള മാറ്റമായിരിക്കും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇനി വരാൻ പോകുന്നത്? തമിഴ്നാട്ടിൽ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ജനങ്ങളാകെ സങ്കടത്തിലും പ്രയാസത്തിലും കഴിയുമ്പോൾ അവർക്കൊരു ആശ്വാസവാക്ക് നൽകാൻ പോലും പ്രാപ്തിയുള്ള ഒരു നേതാവ് ആ പാർട്ടിയിലില്ല. പനീർശെൽവവുമില്ല, മറ്റു ആരുമില്ല അവിടെ. അത് വലിയൊരു ഒരു അവസ്ഥയാണത്. വേറെ ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണെങ്കിലും ഇത്തരമൊരു സന്ദർഭമുണ്ടായാൽ ഒരു നേതാവ്, ജനങ്ങൾക്ക് സ്വീകാര്യനായ ഒരു നേതാവ് പുറത്തു വരും, അല്ലെങ്കിൽ പാർട്ടി തന്നെ പറഞ്ഞാൽ ജനങ്ങൾ കേൾക്കും. അത്
ഇവിടെ ഒന്നും കേൾക്കുന്നില്ല. ജനങ്ങളെ ആശ്വസിപ്പിക്കുന്നതിന്, അവരുടെ വികാരം ശമിപ്പിക്കുന്നതിന് ഒന്നും ആർക്കും കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഈ പാർട്ടിയിൽ നമുക്ക് വലിയ പ്രതീക്ഷ വേണ്ട എന്ന് ഞാൻ ഒരു ഘട്ടത്തിൽ പറഞ്ഞത്. ഈ പാർട്ടിക്ക് 4.5 വർഷം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ അപ്പുറത്തുണ്ട്, അടുത്തൊരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ DMK ഒക്കെ അപ്പുറത്തുണ്ട്. അങ്ങനെ ഒരു താരതമ്യ പഠനം ഇപ്പോൾ നടത്തുന്നില്ല. പക്ഷേ ഇപ്പോൾ ഉള്ളത്, ഭരണം ആരംഭിച്ചു, 6 മാസം പിന്നിട്ടതേ ഉള്ളൂ, ഇനി 4.5 വർഷം ബാക്കി നിൽക്കുന്നു. ഈ 4.5 വർഷക്കാലം ഭരണവുമായി മുന്നോട്ട് പോകാൻ ഈ പാർട്ടിക്ക് കഴിയുമോ എന്ന ചോദ്യമുണ്ട്. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് അല്ലെങ്കിൽ സാധ്യതകൾ കണ്ടെത്തുന്നതിന് കേന്ദ്രം ഭരിക്കുന്ന BJP ഉൾപ്പെടെ പലരും പരിശ്രമിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ തമിഴ്നാട് രാഷ്ട്രീയം മാറിപ്പോയേക്കാം. അതങ്ങനെ പോകാതിരിക്കുന്നതിന് തങ്ങൾക്ക് കിട്ടിയത് തങ്ങളുടെ കയ്യിൽ തന്നെ നിലനിർത്തുന്നതിന് ഉള്ള പ്രാപ്തി ആ പാർട്ടിക്ക് ഇന്നില്ല എന്ന് വളരെ ഖേദത്തോടെ പറയേണ്ടിയിരിക്കുന്നു. ശ്രീമതി TT ഉഷ, എന്താണ് പറയാനുള്ളത്? ഒരാളുടെ ഒരു തീരുമാനമല്ലല്ലോ പാർട്ടിയുടെ തീരുമാനം. അതും നമ്മുടെ പാർട്ടിയിലല്ലാതെ പുറത്തു നിന്ന് നോക്കിക്കാണുന്ന ഒരു വ്യക്തി പറയുന്ന ഉത്തരത്തിന് തല കുനിഞ്ഞു കൊടുക്കാൻ നമ്മളാരും തയ്യാറല്ല. കാരണം ചെന്നൈയിൽ നടക്കുന്ന അതിശക്തമായ ഒരു പാർട്ടി, ആ പാർട്ടിയിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഗുരുതരാവസ്ഥയിൽ കിടക്കുന്നു. ആ വ്യക്തി അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ വളരെ വിചിത്രമായ ഒരു ചോദ്യവും ഉത്തരവും ഇവിടെ ഞാൻ കേൾക്കുകയാണ്, സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പാർട്ടിക്ക് അത്രമാത്രം ഒരു പവർ ഇല്ലാത്തൊരു പാർട്ടിയായിരുന്നു എങ്കിൽ ഈ 10-77 ദിവസം കൊണ്ട് തന്നെ അവിടെ അടിച്ചു പിരിയേണ്ടതും പല സംഭവങ്ങളും നടക്കേണ്ട സമയം കഴിഞ്ഞുപോയി. പക്ഷെ അതൊന്നും ഇതുവരെ ഒന്നും നടന്നിട്ടില്ല, ഒന്നും നടക്കുകയില്ല. കാരണം നമ്മുടെ പാർട്ടി അത്ര സ്ട്രോങ് ആണ്, അതേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇവിടെ കേരളത്തിലായിരുന്നു എങ്കിൽ ഈ 77 ദിവസം ഇങ്ങനെ ഒരു ദുരവസ്ഥ വന്നിരുന്നുവെങ്കിൽ ഇവിടെ പലതും നടക്കുമായിരുന്നു. പക്ഷേ ചെന്നൈയിൽ അത് നടക്കില്ല. കാരണം ശുഭപ്രതീക്ഷ 1, 2 ഐക്യം, ഇതെല്ലാം ചെന്നൈക്കാർക്കുണ്ട്. മൂന്നാമത്തേതൊരു കാര്യം പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MGRനും മക്കളില്ലായിരുന്നു, ഇപ്പം അമ്മയ്ക്കും അങ്ങനെ ഒരു പിൻഗാമി ഇല്ല. പക്ഷേ എന്ന് വിചാരിച്ച് ആ ഒരു തമിഴ്നാട് അന്യായമായി അനാധീനപ്പെട്ടു പോകില്ല. അടുത്ത ഒരു വ്യക്തിയെ അവർ കണ്ടുപിടിക്കും. ഇതേപോലെ തന്നെ അതിശക്തമായി AIDMK അവിടെ ഭരണം നടത്തും. ഇത് ഒരു തുടർക്കഥയായിട്ട് മാറിപ്പോവുകയേ ചെയ്യുള്ളൂ. അതിനിവിടെ ഇരിക്കുന്ന ആരും ആവലാതിപ്പെട്ടിട്ടോ ടെൻഷൻ അടിച്ചിട്ടോ കാര്യമില്ല. കാരണം അതാണ് AIDMK. അല്ലെങ്കിൽ അവിടെ എത്രയോ പേര് ഇനിയും ഉണ്ടല്ലോ, എത്രയോ പേര് പുതിയ പുതിയ പാർട്ടികൾ കൊണ്ടുവന്നല്ലോ, എത്രയോ നടന്മാർ കൊണ്ടുവന്നല്ലോ. എത്ര നടന്മാരുണ്ട് പുതിയ പുതിയ പാർട്ടി കൊണ്ടുവന്നവർ? എനിക്കറിയാലോ. ശിവാജി ഗണേശൻ സാർ അടക്കം കൊണ്ടുവന്നല്ലോ. എല്ലാവരും അസ്ഥാനത്ത് പോയില്ലേ? ഒരു കലാകാരൻ വന്നതുകൊണ്ട് ഇല്ലെങ്കിൽ ഒരു കലാകാരി ആയതുകൊണ്ട് മാത്രമല്ല അവിടുത്തെ വിജയം. പല ആൾക്കാരും ഇവിടെ ഭരണത്തിന്റെ ഇതിൽ പല പല സ്വതന്ത്ര പാർട്ടികളായിട്ടും ഇതിലും അതിലും ഒക്കെ നിന്ന് വന്നു നോക്കി. പലരും തോറ്റു തുന്നമ്പാടി പോയതേ ഉള്ളൂ. ഒരു ഭരണകർത്താവ് നടത്തുന്ന ഭരണക്രമത്തിലാണ് ജനങ്ങൾ അവരെ അംഗീകരിക്കുന്നത്. അതിന് ജയലളിത അമ്മ ഉത്തമ ഉദാഹരണം. അടുത്തത് അതുപോലെ സ്വമനസ്സോടുകൂടെ ഇതുപോലെ ഭരിക്കുന്ന ഒരാൾ വരുമ്പോൾ തീർച്ചയായും AIDMK സ്ട്രോങ് ആയി തന്നെ ഈ ഭൂമി ഉള്ളിടത്തോളം കാലം മുന്നോട്ട് പോകും. ഡോക്ടർ പ്രതാപ് കുമാർ, താങ്കൾ പറഞ്ഞു അത്യാസന്ന നിലയിൽ അതിസങ്കീർണമായി തന്നെയാണ് ജയലളിതയുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് ഈ പുതിയ വിവരങ്ങളെല്ലാം തന്നെ നമ്മുടെ മുന്നിൽ വരച്ചിടുന്ന ഒരു ചിത്രം. താങ്കൾ പറഞ്ഞതുപോലെ ഇത്തരം ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടുകൂടി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സമയപരിധി എത്രയാണ്? താങ്കൾ പറഞ്ഞു മറ്റ് ഇൻറ്റേർണൽ ഓർഗൻസ്, മറ്റ് ആന്തരിക അവയവങ്ങളെല്ലാം സാധാരണ നിലയിൽ പ്രവർത്തന സജ്ജമാകാൻ വേണ്ടിയുള്ള അതിന് സാവകാശമൊരുക്കുന്ന അല്ലെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ജീവശ്വാസത്തെ പിടിച്ചു നിർത്തുന്ന ഉപകരണങ്ങളാണ് ഇവയൊക്കെ. ഇവയ്ക്ക് ഒരു സമയപരിധിയുണ്ടോ? എത്ര നാൾ, എത്ര മണിക്കൂറുകൾ ഇതിങ്ങനെ തുടർച്ചയായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? സാധാരണഗതിയിൽ നമ്മൾ 3 മുതൽ 2 ആഴ്ച വരെയാണ് സമയം പറയുന്നത്. പക്ഷേ ഇത് വേറെ രീതിയിൽ നമ്മൾ അനലൈസ് ചെയ്താൽ അപ്പോളോ ഹോസ്പിറ്റൽ, ഇപ്പോൾ നമ്മൾ മെഡിട്രീന ഹോസ്പിറ്റൽ പോലത്തെ ഒരു ആശുപത്രിയിലായിരുന്നു ഇവർ കിടന്നതെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടേക്ക് ഒരു സ്റ്റെബിലൈസ് ചെയ്തൊരു സമയമുണ്ടായിരുന്നു, കുറച്ച് സ്റ്റെബിലൈസ്ഡ് ആയത്. ഈ സമയത്ത് ഒരു വലിയൊരു കലാമിറ്റി ആ നാട്ടിൽ ഉണ്ടാകാതെ അന്നും അവർ അതീവ ഗുരുതരമായ അവസ്ഥയിലാണ്. വേറൊരു രാജ്യത്തേക്ക് മാറ്റി അവരെ ചികിത്സയിലേക്ക് മാറ്റിയിരുന്നു എങ്കിൽ
ഞാൻ പറയുന്നത് അപ്പോളോ ഹോസ്പിറ്റലിലെ ചികിത്സാ രീതി മോശമാണ് എന്ന് പറയാൻ വേണ്ടിയല്ല. അപ്പോൾ എയർ ആംബുലൻസിൽ വേറെ രാജ്യത്ത് പോയെങ്കിൽ ഈ ഒരു കലാമിറ്റി അഥവാ എന്തെങ്കിലും സംഭവിച്ചാൽ ആ നാട്ടിലുണ്ടാകാവുന്ന കലാമിറ്റിയുടെ അളവ് വളരെ വളരെ കുറയുമായിരുന്നു. പക്ഷെ അതായിരുന്നു വളരെ ബുദ്ധിപരമായി ചെയ്യേണ്ടിരുന്ന തീരുമാനം. അതിന് പകരം വളരെ നോർമലായി വരുന്നു എന്നൊരു തോന്നലുമായി അപ്പോളോ ഹോസ്പിറ്റൽ ആ സമയത്തും അവിടുത്തെ ഡോക്ടർമാർക്കും അവിടുത്തെ ആശുപത്രിക്കും വളരെ ബോധ്യമുണ്ടായിരുന്നു ഇവർ ജസ്റ്റ് ബാലൻസിൽ നിന്നും പുറത്തു വരും. പക്ഷേ ഡോക്ടർ പ്രതാപ് കുമാർ, ഡോക്ടർ റിച്ചാർഡ് ജോൺ ബെയിലിനെ പോലെയുള്ള അതിവിദഗ്ധരായ ആളുകളുടെ നിരീക്ഷണവും അവരുടെ എക്സ്പെർട്ടീസ് എല്ലാം ശരിയായ രീതിയിൽ ഉപയോഗിക്കപ്പെട്ടല്ലോ. പക്ഷേ അല്ല, റിച്ചാർഡ് ജോൺ ബെയിലിയെ പോലെ ഒരാളിന് ചികിത്സ ലണ്ടനിൽ വെച്ചാണ് കൊടുക്കുന്നതെങ്കിൽ ശരിയാണ്. പക്ഷേ ഗോപി മനസ്സിലാക്കേണ്ടത് ചികിത്സ കൊടുക്കുന്നത് നമ്മുടെ ആൾക്കാരാണ്. നമ്മുടെ ആൾക്കാർ അവരെക്കാൾ കേമന്മാരാണ്. ഇതിനകത്ത് ചികിത്സയിൽ അദ്ദേഹത്തിൻ്റെ ഈ പ്രാഗൽഭ്യമോ അതിനെക്കുറിച്ചൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇതിനകത്ത് ഒരു ചികിത്സ പോലും ഈ നാട്ടിൽ കൊടുക്കാത്തതല്ല. നമ്മുടെയൊക്കെ ആശുപത്രിയിൽ സാധാരണ ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയാണ് എക്മോ. എക്മോ പല ക്രിട്ടിക്കൽ കെയർ ഹോസ്പിറ്റലിലും ചെയ്യുന്നതാണ്. ഇതൊന്നും നമ്മൾ നാട്ടിൽ കേൾക്കാത്തതുകൊണ്ടല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഹോസ്പിറ്റലിൽ പോലും 2-3 പേർക്ക് എക്മോ നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കൊടുക്കുന്നത് വളരെ ഗുരുതരമായ അല്ലെങ്കിൽ സാമ്പത്തിക ചിലവേറിയതുകൊണ്ട് പലപ്പോഴും നമ്മൾ പിന്മാറുന്നതാണ്. ഇത് കൊടുക്കുന്നത് കൊണ്ട് മാത്രം രോഗി പിന്നോട്ട് നോർമലാവണമെന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് അവരിടയ്ക്ക് നോർമലായ സമയത്ത്, നോർമൽ എന്ന് വെച്ചാൽ ടോട്ടലി നോർമൽ അല്ല, ഒരു സാധാരണ രീതിയിലേക്ക് പോകാൻ സാധ്യത ഉണ്ടായിരുന്ന സമയത്ത് അവരെ സിംഗപ്പൂരിലോ ലണ്ടനിലോ മാറ്റിയിരുന്നു എങ്കിൽ നാളെ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ആ നാട്ടിലുണ്ടാകാവുന്ന കലാമിറ്റിയുടെ അളവ് നന്നായി കുറയ്ക്കാൻ പറ്റുമായിരുന്നു എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇപ്പം റിച്ചാർഡ് ബെയിലിയെ പോലെ ഒരു വലിയൊരു മിടുക്കനായൊരു ഡോക്ടർ ഉള്ള എല്ലാ ഡോക്ടർമാരും നമ്മളെ നാട്ടിലേക്കാൾ പ്രഗത്ഭരായ ഡോക്ടർമാർ പുറത്തില്ല എന്ന് അവർ പോലും സമ്മതിക്കുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളിപ്പോൾ AIMS നിന്ന് ഡോക്ടർമാർ വന്നു എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ എല്ലാ ഡോക്ടർമാരെല്ലാം മിടുക്കന്മാരാണ്. നമ്മുടെയൊക്കെ കൊളീഗ്സാണ് അവർ വർക്ക് ചെയ്യുന്നത്. നമ്മുടെയൊക്കെ കൊളീഗ്സാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ സയൻസിലുള്ളത്. നമുക്കറിയാം പരസ്പരം എത്രത്തോളം വ്യത്യാസമുണ്ടെന്ന് നോളജിൽ. അതല്ല കാരണം, നമ്മൾ ആ സാഹചര്യങ്ങളെ മുതലെടുക്കുന്ന രീതിയിലാണ്. അല്ലെങ്കിൽ ഇവർക്ക് ഏറ്റവും നല്ല വിദഗ്ധമായ ചികിത്സ കൊടുത്തു എന്ന് സർക്കാരും ഈ സ്ഥാപനങ്ങളും വരുത്തി തീർക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് ഒരു വഴി എന്തിനാണിത് ചെയ്യുന്നത്? ജനങ്ങളിൽ വിശ്വാസ്യത ഉണ്ടാക്കാൻ. ആ വിശ്വാസ്യത ഉണ്ടാക്കുന്നതിൽ ഏറ്റവും നല്ലത് ഇവരെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിരുന്നെങ്കിൽ അവിടെ വെച്ച് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ നാട്ടിൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതത്തിന്റെ അളവ് നന്നായി കുറഞ്ഞേനെ എന്നൊരു ഡോക്ടർ പ്രതാപ് കുമാർ, ജയലളിതയ്ക്ക് ഉണ്ടായത് ഹൃദയാഘാതമാണോ അതോ ഹൃദയസ്തംഭനമാണോ? അല്ലത് ഇന്നലെ ഉണ്ടായത് ഒരു കാർഡിയക് അറസ്റ്റാണ്. സാധാരണ ഒരു കാർഡിയക് അറസ്റ്റ് ഉണ്ടാകാവുന്ന രോഗി, ഏതൊരു കാർഡിയക് അറസ്റ്റ് ഉണ്ടാകാവുന്ന രോഗി ക്രിട്ടിക്കൽ അവസ്ഥയിൽ കാർഡിയക് അറസ്റ്റ് ഉണ്ടാകുമ്പോൾ അതിന് ഹൃദയത്തിലെ രക്തധമനികൾക്ക് അടവുണ്ടായോ എന്ന് നോക്കുക, അല്ലെങ്കിൽ ആൻജിയോഗ്രാം ചെയ്യുക എന്ന ഒരു പരിശോധന നിർബന്ധമാണ്. ഇത് ചെയ്തെന്നും ചെയ്തില്ല എന്ന വർഷമുണ്ട് ഇതിനകത്ത്. നമ്മൾ സാധാരണഗതിയിൽ ഒരു സഡൻ കാർഡിയക് അറസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എമർജൻസി ആയിട്ട് രോഗിയെ ആൻജിയോഗ്രാമിന് വിധേയയാക്കുകയും അല്പം ബ്ലോക്കുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ബ്ലോക്ക് ആൻജിയോപ്ലാസ്റ്റി മുഖാന്തരം മാറ്റുകയുമാണ് വേണ്ടത്. ഇവിടെ നമ്മൾ നടന്നത് ഇന്നലെ കാർഡിയക് അറസ്റ്റ് വന്നത് ചെറിയൊരു ഇലക്ട്രോലൈറ്റ് ബാലൻസ്, പൊട്ടാസ്യത്തിൽ ചെറിയ മാറ്റം, സോഡിയത്തിൽ ചെറിയ മാറ്റം, മഗ്നീഷ്യത്തിൽ ചെറിയ മാറ്റം, ഒരു ചെറിയ മാറ്റം പോലും ഇവരുടെ ശരീരത്തിന് ടോളറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ആ രീതിയിലുള്ള ചെറിയൊരു ഈ നൂൽപാലത്തിലൂടെ വരുന്ന ഒരാളാണ് കഴിഞ്ഞ 77 ദിവസമായ ഒരു അവസ്ഥ. ഒരു ചെറിയൊരു മാറ്റം പോലും അവരുടെ ഏത് അവയവത്തിനെയും വളരെ ഗുരുതരമായി ബാധിക്കാവുന്നതുകൊണ്ടാണ് ഇന്നലെ കാർഡിയക് അറസ്റ്റാണ് വന്നത്. അത് വന്നതിന് കാരണം ഇപ്പോൾ കാർഡിയക് അറസ്റ്റ് വരുമ്പോൾ ഒരു പ്രധാനമായ കാരണം ഹൃദയാഘാതം എന്ന ആൾക്കാർ പറഞ്ഞു എങ്കിലും ശരിക്കും അപ്പോളോയുടെ ബുള്ളറ്റിൽ വ്യക്തമായിട്ടുണ്ട് ഇറ്റ് വാസ് എ കാർഡിയക് അറസ്റ്റ്. കാർഡിയക് അറസ്റ്റ് എന്ന് വെച്ചാൽ ഹൃദയസ്തംഭനം എന്നാണ്. ഹൃദയാഘാതം എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്കിനെയാണ് പറയുന്നത്. അതുണ്ടായോ എന്നറിയാൻ എന്തുകൊണ്ട് ഈ കാർഡിയക് അറസ്റ്റ് വന്നു എന്നുള്ളത് ഇലക്ട്രോലൈറ്റ് ബാലൻസ് ആണോ, അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കുറഞ്ഞത് കൊണ്ടാണോ, അണുബാധയാണോ, അതുമല്ല സപ്പോസ് രക്തധമനിക്കകത്ത് പുതിയ ബ്ലോക്കുകൾ വല്ലതും ഡെവലപ്പ് ചെയ്തോ, ഇതറിയാനാണ് ഈ ആൻജിയോഗ്രാം ചെയ്യുക വേണ്ടത്. പക്ഷെ അവർക്കത് ചെയ്യാനുള്ള ത്രാണി പോലും, അല്ലെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്തതിന് ശേഷം എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ആ ഡോക്ടറാണ് ഉത്തരവാദി. ഇവിടെ നമ്മളുടെ ചികിത്സയെ ഉണ്ടാക്കാവുന്ന ഒരു ഭയങ്കരമായ പ്രശ്നമാണത്. നമ്മുടെ നാട്ടിലെ എല്ലാവരും ഈ ലണ്ടനിലും അമേരിക്കയിലും ചികിത്സയ്ക്ക് പോകുമ്പം ഡോക്ടർമാർ അനുവദിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർ വിദഗ്ധരായതുകൊണ്ടല്ല. ഇവിടുത്തെ ഡോക്ടർമാർ ചെയ്തു കഴിഞ്ഞാൽ ഇവരെ കുറ്റപ്പെടുത്താൻ നിൽക്കുന്ന മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെ, ഗോപികൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ചെയ്യാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെ ആലോചിച്ചിട്ടാണ് നമ്മളെപ്പോലെയുള്ള വളരെ മിടുക്കന്മാരായ ഡോക്ടർമാർ പലപ്പോഴും പിന്നോട്ട് പോകുന്നത് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഇതിന് നമ്മൾ വളരെ മോശമായിട്ട് നമ്മുടെ സംവിധാനങ്ങളെ നമ്മുടെ നാട്ടിൽ തന്നെ പലപ്പോഴും മുഖ്യമന്ത്രിമാരൊക്കെ ഇവിടുന്ന് പുറത്തുപോയി ചികിത്സിക്കുമ്പം ഞങ്ങളൊക്കെ ഉള്ളിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന സാധാരണ ചികിത്സയ്ക്കായിട്ട്
ഇവർ അമേരിക്ക പോലത്തെ ഒരു സ്ഥലങ്ങളിൽ പോയി ക്യൂ നിന്ന് ചികിത്സ നേടുന്ന ഒരവസ്ഥ കാണുമ്പോൾ ദയനീയമായിട്ടായിട്ട് തോന്നാൻ പറ്റും. റൈറ്റ്. ഏതായാലും നമുക്കും ശ്രീമതി ടി ഉഷ ഇവിടെ പ്രകടിപ്പിച്ച വികാരത്തോടൊപ്പം നിൽക്കാം എന്നെനിക്ക് തോന്നുന്നു. ശ്രീമതി ജയലളിത ആരോഗ്യത്തോടെ സാധാരണ നിലയിലേക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ എന്ന ശുഭപ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കുന്നത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഏത് നിലയിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾക്കാണ് തമിഴ്നാട് വേദിയാകാൻ പോകുന്നത് എന്ന കാര്യവും നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും ജയലളിതയുടെ ആരോഗ്യനില സംബന്ധിച്ചിട്ടുള്ള പുതിയ വിവരങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്റ്റേബിളായ ഒരു കണ്ടീഷനിലേക്ക് കാര്യങ്ങൾ നീങ്ങട്ടെ എന്ന് പ്രതീക്ഷിക്കാം. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീമതി ടി ഉഷ. വളരെയധികം നന്ദി താങ്കൾ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഡോക്ടർ പ്രതാപ് കുമാർ, നന്ദി. ഇന്നത്തെ സ്പെഷ്യൽ എഡിഷൻ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വീഡിയോ ദൃശ്യങ്ങൾക്കും media1tv.in എന്ന ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം. ഇനി രാഷ്ട്രീയ ആക്ഷേപഹാസ്യ പരിപാടി പൊളിമിക്സുമായി PT നാസർ കാണും. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.